ഏവർക്കും മാസ്റ്റർ കീ അക്കാഡമിയുടെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന 10th ലെവൽ പ്രിലിംസ് പരീക്ഷകൾ ഓൾറെഡി ഒരു ഫേസ് കഴിഞ്ഞു. രണ്ടാമത്തെ ഘട്ടം വരാനിരിക്കുന്നു. മറ്റുള്ള കുട്ടികൾ ശക്തമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. പ്രധാനപ്പെട്ട സെക്രട്ടേറിയറ്റ് OA അടക്കമുള്ള ഒട്ടനവധി മെയിൻസ് പരീക്ഷകളിലേക്കുള്ള പ്രിലിംസ് വളരെ നിർണായകമായി കാത്തിരിക്കുമ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് വളരെ നിർണായകമായ ഒരു സെഷനാണ്. 21 മുതൽ 24 വരെ കേരള PSC ചോദിച്ച പ്രിലിംസ് പരീക്ഷകളിലെ GK ചോദ്യങ്ങൾ. നമുക്കറിയാം 80 മാർക്കോളം GK ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ നിന്നും ഇതുവരെ ചോദിച്ച ചോദ്യങ്ങൾ, അതിന്റെ ഉത്തരങ്ങൾ കൃത്യമായി ഡിസ്കസ് ചെയ്യുന്നു. വളരെ സൂക്ഷ്മമായിരിക്കുക. ഇവിടെ നിന്നും നിങ്ങൾക്ക് ഉറപ്പായും ചോദ്യങ്ങൾ ഉണ്ടാവും. നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകുന്നു. റാപ്പിഡ് റിവിഷൻ ഫോർ 10th ലെവൽ പ്രിലിംസ് ആണ്. PQ 2021-24. ഓക്കെ, ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് ഓരോന്നും പഠിക്കുക. എല്ലാ പരീക്ഷകളിലും പ്രീവിയസ് ചോദ്യങ്ങളുടെ ഒരു റിപ്പീറ്റേഷൻ, പ്രത്യേകിച്ച് പ്രിലിംസ് പരീക്ഷകളിൽ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ പ്രിലിംസ് വർക്കൗട്ട് ചെയ്യുന്ന ആളുകളാണ്. ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ക്ലിയർ ആയിട്ട് പഠിച്ചോളുക. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം. അപ്പൊ ചോദ്യം ജോഗ്രഫി ആണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതമാണ് ആരാണ്? ആരവല്ലി. ആരവല്ലി ഇന്ത്യയിലെ ഏറ്റവും പ്രായം കൂടിയ മടക്കുപർവ്വതം ആരവല്ലിയാണ്. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന, അപ്പൊ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഇന്ത്യയുടെ മാപ്പ് ആലോചിക്കുക. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശരേഖ. ചോദ്യം വ്യക്തമായിട്ട് പഠിച്ചോണേടാ. ഇന്ത്യയുടെ ഏകദേശം മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏതാണ് എന്ന് ചോദിച്ചാൽ 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ രേഖാംശമാണ്. എടാ ക്ലിയർ ആയിട്ട് പഠിക്കുക. 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ രേഖാംശമാണ്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുന്നു. ഏത് സംയുക്തത്തെ ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചത്? ക്ലിയർ ആണ്. ജോസഫ് പ്രിസ്ലി ആദ്യമായി ഓക്സിജൻ നിർമ്മിച്ചു. അത് ഏത് സംയുക്തത്തെ ചൂടാക്കിയിട്ടാണെന്ന് ചോദിച്ചു. പ്രീവിയസ് ചോദ്യം മെർക്കുറിക് ഓക്സൈഡ് ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. ജോസഫ് പ്രിസ്ലി ഓക്സിജനെ കണ്ടെത്തുന്നു. എങ്ങനെ? മെർക്കുറിക് ഓക്സൈഡ് എന്ന സംയുക്തത്തെ എന്ത് ചെയ്യുന്നു? ചൂടാക്കുന്നു. അടുത്ത ചോദ്യം എന്താണ്? നാടകത്തിന് സംവിധായകൻ എന്ന പോലെ, നമുക്കറിയാം നാടകം എന്ന് പറയുമ്പോൾ അതിന്റെ ഓൾ ഇൻ ഓൾ ആയിട്ട് അതിനെ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് അതിന്റെ ഡയറക്ടർ അല്ലെങ്കിൽ സംവിധായകൻ എന്ന് പറയുന്നത്. അതേസമയം പത്രത്തിന് അതേ പാറ്റേണിൽ പിടിക്കുക. ആരായിരിക്കും? എഡിറ്റർ ആണല്ലേ. ന്യൂസ് എഡിറ്റർ എന്നൊക്കെ പറയുന്ന എഡിറ്റർ ആണ്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്തതിലേക്ക് വന്നാലോ. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? നമുക്കറിയാം ചാന്ദ്രയാത്ര ആദ്യമായി കാലുകുത്തിയ നീലാംസ്ട്രോങ്ങും സംഘവും. അപ്പൊ ചോദ്യം ക്ലിയർ ആയിട്ട് പഠിക്കുക. ചാന്ദ്രയാത്ര കഴിഞ്ഞ് നീലാംസ്ട്രോങ്ങും കൂട്ടരും തിരികെ ഇറങ്ങിയ സമുദ്രം ഏതാണ്? പസഫിക് സമുദ്രമാണല്ലേ. ക്ലിയർ ആണേ. പസഫിക് സമുദ്രമാണ്. അടുത്ത ചോദ്യം, സ്പ്രിംഗ് ത്രാസിന്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം. നിങ്ങളുടെ മനസ്സിൽ ഓർമ്മ വരണം. സ്പ്രിംഗ് ത്രാസ്, പഴയ സ്പ്രിംഗ് ത്രാസ് ഓർക്കണം. ഇപ്പോഴുള്ള വെയിങ് മെഷീൻ അല്ല. കയ്യിൽ നമ്മൾ ഇങ്ങനെ തൂക്കുന്ന സ്പ്രിംഗ് ത്രാസ് ഓർമ്മയുണ്ടോ? മനസ്സിനക്കരെ സിനിമയൊക്കെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. അപ്പൊ കൃത്യമായിട്ട് പഠിക്കുക. ഹൂക്സ് നിയമമാണല്ലേ. ഏത് നിയമമാണ്? ഹൂക്സ് നിയമമാണ്. സ്പ്രിംഗ് ത്രാസിന്റെ പിന്നിലെ പ്രവർത്തന തത്വം അല്ലെങ്കിൽ നിയമമാണ്. ഏതാണ്? ഹൂക്സ് നിയമമാണ്. അടുത്ത ചോദ്യം പഠിക്കുക. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാംഗത്തിന് എന്ത് സംഭവിക്കുന്നു? എടാ ഐസിൽ നമ്മൾ കറിയുപ്പ് ചേർക്കുകയാണ്. അപ്പൊ ദ്രവണാംഗം എന്ത് ചെയ്യുന്നു? ദ്രവണാംഗം കുറയുകയാണ്. എടാ ക്ലിയർ ആയിട്ട് പഠിക്കുക. ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാംഗം കുറയുന്നു. അടുത്ത ചോദ്യം, ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ്രവ്യം PSCക്ക് വളരെ പ്രാധാന്യമുള്ള ഇഷ്ടമുള്ള ഒരു ടോപ്പിക്കാണ്. ദ്രവ്യത്തിന്റെ 5ാമത്തെ അവസ്ഥ ക്ലിയർ ആയിട്ട് പഠിക്കടാ. ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. 5ാമത്തെ അവസ്ഥയുടെ പേരാണ് ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ് എന്ന അവസ്ഥയാണ്. ക്ലിയർ ആക്ക്. നമുക്ക് നോക്കാം. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ, എടാ ആസിഡുകളും ആൽക്കലികളും എന്നൊരു പാഠഭാഗമുണ്ട്.
മിക്കവാറും ചോദ്യങ്ങൾ വരുന്ന മേഖല. ചോദ്യം ക്ലിയർ ആയിട്ട് ശ്രദ്ധിച്ചോളുക. ആസിഡുകളും ലോഹങ്ങളും തമ്മിൽ പ്രവർത്തിച്ചാൽ ഡാഷ് വാതകം ഉണ്ടാവുന്നു. എടാ ഹൈഡ്രജൻ ആണ്, സംശയം വേണ്ട, നിങ്ങൾക്കറിയാവുന്ന ഫാക്റ്റ് ആണ്. കൃത്യമായിട്ട് ചോദ്യം ശ്രദ്ധിക്കുക. ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. അടുത്ത ചോദ്യം, സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ്? നമുക്കറിയാം സോപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഗ്ലിസറിൻ എന്ന് പറയുന്നത്. അപ്പൊ ചോദ്യം എന്താണ്? സോപ്പ് നിർമ്മാണത്തിൽ സോപ്പിനെ ഗ്ലിസറിനിൽ നിന്നും വേർതിരിക്കാൻ ഉപയോഗിക്കുന്നത് സോഡിയം ക്ലോറൈഡ് ആണ്. സോഡിയം ക്ലോറൈഡ്. അപ്പൊ ക്ലിയർ ആണ്. എന്ത് ചെയ്യുന്നു? ഗ്ലിസറിനെ നമ്മൾ വേർതിരിക്കുന്നു സോപ്പിൽ നിന്ന്. എങ്ങനെയാണ്? സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചുകൊണ്ടാണ്. സെറ്റായിട്ട് പഠിച്ചോണേ. നോക്കിക്കേ, നിറമുള്ള സംയുക്തങ്ങൾ. സ്ഥിരം ചോദ്യമാണ് കെമിസ്ട്രിയുടെ ഭാഗത്തു നിന്നും. നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന മൂലകങ്ങൾ എവിടെയാണുള്ളത്? ഡി ബ്ലോക്ക് മൂലകങ്ങളാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. എടാ കളേർഡ് ഡി നിറമുള്ള സംയുക്തങ്ങൾ ഏത് ബ്ലോക്ക്? ഡി ബ്ലോക്ക് ആണ്. തെറ്റിക്കേച്ചേല്. ഓക്കെ. ഇനി ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവം എന്റെ കരളെ. ഓക്കെ, കരൾ വെരി ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ കരള് അല്ലെങ്കിൽ ലിവർ. എന്താണ് ചോദ്യം? എന്താണ് കൃത്യമായിട്ട് ചോദ്യം പറഞ്ഞതാ? ശരീരത്തിലെത്തുന്ന വിഷവസ്തുക്കളെ നിർവീര്യമാക്കുന്ന അവയവമാണ് കരള്. ക്ലിയർ ആണേ. പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ഏതാണ്? കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഫുഡ് ചെയിൻ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബയോളജിയിൽ നിന്നുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്കോളജിയിൽ നിന്നുള്ള ഒരു ചോദ്യമാണ്. പോഷണത്തിനായിട്ട് സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണതലം മൂന്നാം പോഷണ തലമാണ്. നമ്മളിങ്ങനെ ഫുഡ് ചെയിൻ പറയുന്നു. ആദ്യമേ ഉള്ളത് സസ്യങ്ങളാണ്. ഇനി സസ്യത്തെ കഴിക്കുന്ന ആളുകളുണ്ട്, അവരെ കഴിക്കുന്നവരുണ്ട്. അവർ വരുന്നത് മൂന്നാമത്തെ ഭാഗത്തിലാണ്. ക്ലിയർ ആണോ? മുന്നോട്ടേക്ക് വരുമ്പോൾ, അനാഥരോ മാതാപിതാക്കളോ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ആ ചോദ്യം കേൾക്കുമ്പോഴേ ഉത്തരം മനസ്സിൽ വരുന്നുണ്ട്. ഒന്നെങ്കിൽ അച്ഛനോ അമ്മയോ മരണപ്പെട്ടു പോയ സാഹചര്യം, അല്ലെങ്കിൽ ഇവരിൽ ഒരാളില്ലാത്ത സാഹചര്യം. അങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ്? പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി സ്നേഹപൂർവം. എങ്ങനെയാണ്? സ്നേഹപൂർവമാണ്. വെരി ഇമ്പോർട്ടന്റ് ചോദ്യം. റിപ്പീറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇത്രയും റിപ്പീറ്റ് ചെയ്തൊരു ചോദ്യം വേറെ ഇല്ലെന്ന് പറയാം. വളരെ ഇമ്പോർട്ടന്റ്. ക്ഷേമ പദ്ധതികളുടെ ഭാഗത്തു നിന്നുള്ള കാര്യമാണ്. വിറ്റാമിനുകളുടെ ലയത്വം അനുസരിച്ച് അവയെ എത്രയായി തിരിച്ചിരിക്കുന്നു? എടാ നമ്മൾ പഠിക്കുന്നതാണ് ആ വിറ്റാമിനുകളെ പറ്റി അല്ലേ? വിറ്റാമിൻസ് പഠിക്കുമ്പോൾ നമ്മൾ പറയുന്നു ജലത്തിൽ ലയിക്കുന്നവയും കൊഴുപ്പിൽ ലയിക്കുന്നവയുമാണ്. സ്ഥിരം ചോദ്യമാണ്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഏതൊക്കെയാടാ ജലത്തിൽ ലയിക്കുന്നവ ഏതൊക്കെയാ? BC ആണല്ലേ? BC ജലത്തിൽ ലയിക്കുന്നു. കൊഴുപ്പിൽ ലയിക്കുന്ന ഏതൊക്കെയാ? ADEK ആണല്ലേ? ഓക്കെ, ADEK കൊഴുപ്പിൽ ലയിക്കുന്നു. BC ജലത്തിൽ ലയിക്കുന്നു. ഇനി അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ്? അയഡിൻ നമ്മുടെ കുടുംബത്തിലുള്ളവർക്കൊക്കെ തൈറോയിഡിന്റെ അസുഖം ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ശരിക്കും തൈറോയിഡ് എന്ന് പറയുന്ന അസുഖം അല്ലല്ലോ. തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്? ഹോർമോണുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന, ഗ്ലാൻഡുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങളാണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ് എന്ന് ചോദിച്ചാൽ തൈറോക്സിൻ ആണ് കേട്ടോ. തൈറോക്സിൻ ആണ്. അയഡിൻ അടങ്ങിയ ഹോർമോൺ ഏതാണ്? തൈറോക്സിൻ ആണ്. അടുത്ത ചോദ്യം എന്താടാ? പേശിക്ലമത്തിന് കാരണമാവുന്നത് എന്ത് അടിഞ്ഞുകൂടുന്നതാണ്? ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് ആണ്. ഏതാണ്? ലാക്റ്റിക് ആസിഡ് ആണ്. പേശിക്ലമത്തിന് കാരണമാകുന്നത് ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നതാണ്. ക്ലിയർ ആണേ? നമുക്കൊന്ന് നോക്കാം. വേഗം വരൂ. റിവൈസ് ചെയ്യാണ്. സെറ്റാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. ആരവല്ലിയുടെ ചോദ്യം ഓർമ്മയുണ്ടോ? ആരവല്ലിയുടെ ചോദ്യം ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മടക്കു പർവ്വതമാണ്. രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ത്യയുടെ മധ്യഭാഗത്തുകൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട രേഖാംശ രേഖയായിരുന്നു 82 ഡിഗ്രി 30 മിനിറ്റ് പൂർവ്വ രേഖാംശം. പിന്നീട് നമ്മൾ പഠിച്ചു ഓക്സിജനെ എന്ത് ചെയ്തു? ഏത് സംയുക്തത്തിൽ നിന്ന് ചൂടാക്കിയാണ് ജോസഫ് പ്രിസ്റ്റിലി ഓക്സിജൻ നിർമ്മിച്ചത്? മെർക്കുറിക് ഓക്സൈഡ് ആയിരുന്നു. അടുത്ത ചോദ്യം നാടകത്തിന് സംവിധായകനാണ്, പത്രത്തിന് എഡിറ്റർ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടുന്ന ചോദ്യമാണ്.
അടുത്തതിലേക്ക് വന്നു. നീലാം സ്ട്രോങ്ങും കൂട്ടരും എന്ത് ചെയ്തു? ചന്ദ്രനിൽ നിന്ന് തിരിച്ചിറങ്ങിയ സമുദ്രം പസഫിക് സമുദ്രമാണ്. അടുത്ത ചോദ്യം എന്താണ്? സ്പ്രിംഗ് ത്രാസുമായി ബന്ധപ്പെട്ട് പിന്നെ പ്രവർത്തിക്കുന്ന നിയമമാണ് ഹൂക്സ് നിയമമാണ്. അടുത്ത ചോദ്യം, ഐസിൽ കറിയുപ്പ് ചേർത്താൽ ദ്രവണാങ്കം കുറയുന്നു. ക്ലിയർ ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ അവസ്ഥ, ദ്രവ്യത്തിന്റെ അഞ്ചാമത്തെ അവസ്ഥയാണ് എന്ത്? ബോസ് ഐൻസ്റ്റീൻ കണ്ടൻസേറ്റ്. അടുത്ത ചോദ്യം ഹൈഡ്രജൻ ആയിരുന്നു ഉത്തരം. ചോദ്യം എന്തായിരുന്നടാ? ആസിഡുകളും ലോഹങ്ങളും പ്രവർത്തിച്ചാൽ എന്തുണ്ടാവുന്നു? ഹൈഡ്രജൻ വാതകം ഉണ്ടാവുന്നു. സോപ്പ് നിർമ്മാണത്തിൽ ഗ്ലിസറിനെ നമ്മൾ വേർതിരിക്കുന്നു എന്തുപയോഗിച്ച്? സോഡിയം ക്ലോറൈഡ് ഉപയോഗിച്ചുകൊണ്ട്. പിന്നീട് നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് കളേർഡ് ആയിട്ടുള്ള സംയുക്തങ്ങൾ അല്ലെങ്കിൽ നിറമുള്ള സംയുക്തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ബ്ലോക്കിലുള്ളവരാ? കളേർഡ് ഡി ബ്ലോക്കിലുള്ളവരാണ്. കൃത്യമാണ്. ഇനി ശരീരത്തിൽ വിഷവസ്തുക്കൾ നിർവീര്യമാക്കുന്ന അവയവം കരളാണ്. അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചു പോഷണത്തിനായി സസ്യാഹാരികളെ ആശ്രയിക്കുന്ന മാംസാഹാരികൾ ഉൾപ്പെടുന്ന പോഷണ തലം ചോദിച്ചാൽ 3-ാം തലമാണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കൂ. മാതാപിതാക്കളിൽ ഒരാളോ അല്ലെങ്കിൽ ഒരാൾക്ക് നോക്കാൻ കഴിയാത്ത സാഹചര്യമോ വരുമ്പോൾ പ്രതിമാസ ധനസഹായം വിദ്യാഭ്യാസത്തിന് കൊടുക്കുന്നു. സ്നേഹപൂർവം പദ്ധതി. അടുത്ത ചോദ്യത്തിൽ നമ്മൾ പഠിച്ചു ലയത്തമനുസരിച്ച് വൈറ്റമിനുകളെ എങ്ങനെ തിരിക്കുന്നു? 2ആയി തിരിക്കുന്നു. എങ്ങനെയാണ്? ജലത്തിൽ ലയിക്കുന്നവ ബിയും സിയുമാണ്, കൊഴുപ്പിൽ ലയിക്കുന്നവ എ ഡി ഇ കെ എന്നിവയാണ്. ക്ലിയർ ആണ്. ലാസ്റ്റ് പഠിച്ചത് എന്താണ്? പേശിക്ലമത്തിന് കാരണമാവുന്നത് എന്തടിഞ്ഞുകൂടുന്നു? ലാക്റ്റിക് ആസിഡ് അടിഞ്ഞുകൂടുന്നു. മുന്നോട്ടേക്ക് പോവാം. ശ്രദ്ധയോടെ ഇരിക്കുക. ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുക. മുഴുവൻ പ്രീവിയസ് ചോദ്യങ്ങളാണ്, വിട്ട് കളയേ ചെയ്യരുത്. അടുത്ത ചോദ്യം, മൂത്രത്തിന് മഞ്ഞ നിറത്തിന് കാരണമാവുന്നത് എന്തിന്റെ സാന്നിധ്യമാണ്? മൂത്രത്തിന്റെ ഇളം മഞ്ഞ നിറത്തിന് കാരണം യൂറോക്രോം ആണല്ലേ? യൂറിനാണ്. യൂറിനിൽ എന്തുണ്ട്? യൂറോക്രോം. ഏതാണ്? യൂറോക്രോം ആണുള്ളത്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ. മനുഷ്യ ശരീരത്തിലുള്ള നാഡികൾ എത്ര ജോഡി? 43 ജോഡിയാണ്. ഓക്കെ. ശ്വേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നുണ്ട്. ശ്വേതരക്താണുക്കൾ എന്ന് പറയുമ്പോൾ ഏതാണ്? വൈറ്റ് ബ്ലഡ് സെൽസ് ആണല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ് പ്രധാനമായിട്ടും നമ്മുടെ ശരീരത്തിൽ ചെയ്യുന്ന പരിപാടി എന്താണ്? പ്രതിരോധങ്ങളാണല്ലേ? പുറത്തുനിന്ന് വരുന്ന ആളുകളെയും വിഷവസ്തുക്കളെയൊക്കെ ഡിഫെൻഡ് ചെയ്യുക, നമ്മളെ സംരക്ഷിക്കുക എന്നുള്ളൊരു ദൗത്യമാണ്. അതിന്റെ ഭാഗമായിട്ട് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പരിപാടിയുണ്ട്. ഫാഗോസൈറ്റോസിസ്. എന്താണ്? ഫാഗോസൈറ്റോസിസ്. ക്ലിയർ ആണേ. അടുത്തത്, പ്രായപൂർത്തിയായ മനുഷ്യൻ 1 മിനിറ്റിൽ ശരാശരി എത്ര പ്രാവശ്യം ശ്വസിക്കുന്നു? ക്ലിയർ ആയിട്ട് പഠിക്കുക. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ 1 മിനിറ്റിൽ ആവറേജ് ശരാശരി എത്ര തവണ ശ്വസിക്കുന്നു? 12 മുതൽ 18 തവണ വരെ എന്ത് ചെയ്യുന്നുണ്ട്? 1 മിനിറ്റിൽ അവൻ ശ്വാസോച്ഛ്വാസം നടത്തുന്നുണ്ട്. ഓക്കെ. ഇനി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഏതാണ്? നമ്മൾ പഠിച്ചതാണല്ലേ? പേരാലാണ്. ഓക്കെ, ക്ലിയർ ആണേ. തെറ്റിക്കേച്ചിയല്ല. മുന്നോട്ട് പോകുന്നു. പഞ്ചമി എന്ന ദളിത് വിദ്യാർത്ഥിനിയെ ഊരൂട്ടമ്പലം സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിനെ സവർണ സമുദായക്കാർ എതിർത്തതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭമാണ് 90-ാം ആണ്ട് ലഹള എന്ന് പറയുന്നത്. പുതുക്കിയ SCERT ചാപ്റ്ററിൽ നമ്മൾ ഓൾറെഡി പഠിച്ചൊരു പോയിന്റ് ഉണ്ട്. അയ്യങ്കാളി പഞ്ചമി സ്മാരക UP സ്കൂള് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഊരൂട്ടമ്പലമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന ഫാക്ട്. പ്രീവിയസ് ചോദ്യം എന്താണ്? പഞ്ചമി എന്ന സ്കൂൾ വിദ്യാർത്ഥിയെ സവർണർ എന്ത് ചെയ്യുന്നു? സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നില്ല. അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ, മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു 90-ാം ആണ്ട് ലഹള. ഏതാണ്? 90-ാം ആണ്ട് ലഹള അല്ലെങ്കിൽ ഊരൂട്ടമ്പലം ലഹളയാണ്. കൃത്യമായിട്ട് പഠിക്കുക. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നടത്തുന്നു. കൃത്യമായിട്ട് ആ പോയിന്റ് ശ്രദ്ധിക്ക്. സംഘടിത കർഷക തൊഴിലാളി സമരം ആരുടെ നേതൃത്വത്തിലാ? മഹാത്മാ അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ചോദ്യം ക്ലിയർ ആയിട്ട് പഠിക്ക്. കേരളത്തില് ആദ്യമായി എന്താണ് സംഘടിതമായിട്ട് കർഷക തൊഴിലാളികളുടെ സമരം? അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ. ക്ലിയർ ആണ്, വ്യക്തമാണ്. ശ്രദ്ധിച്ചോ, ഫുള്ളായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. എടച്ചേന കുങ്കൻ നായർ, തലക്കൽ ചന്തു, കണ്ണമത്ത് ശങ്കരൻ, കൈതേരി അമ്പു എന്നിവർ ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കൂൾ പാഠപുസ്തകത്തിൽ SCERT ചാപ്റ്ററിൽ കേരളം ആധുനികതയിലേക്ക് എന്നൊരു അധ്യായമുണ്ട്. കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിംസ് പരീക്ഷകളിൽ 10-12 ചോദ്യങ്ങൾ ആ ഭാഗത്ത് നിന്നും വന്നു. ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്ന പേരുകൾ നിങ്ങൾക്ക് ഓൾറെഡി കൃത്യമായിട്ട് റിവൈസ് ചെയ്തവർക്ക് അറിയാം.
എന്താണ് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പഴശ്ശി കലാപം PSC വളരെ താല്പര്യമുണ്ട്. കാരണം മിക്കവാറും ചോദിക്കും പ്രിലിംസ് പരീക്ഷകളിൽ പ്രത്യേകിച്ച്. അപ്പൊ നിങ്ങൾക്കറിയാം 2 കാലഘട്ടങ്ങളിലാണ് പഴശ്ശി കലാപം നടക്കുന്നത്. 1793 മുതൽ 97 വരെ ഒന്നാം പഴശ്ശി, 1793-97 കാലഘട്ടം. 1800-805 കാലഘട്ടത്തിൽ എന്താണ് രണ്ടാം പഴശ്ശി കലാപവും നടക്കുന്നുണ്ട്. ചോദ്യം സ്ഥിരം ചോദ്യമാണ്. പിന്നെ ഫസ്റ്റ് പ്രിലിംസിൽ കുറിച്യർ കലാപം കൂടുതലായിട്ട് ചോദിച്ചു കണ്ടു. കൃത്യമായിട്ട് ആ ചാപ്റ്ററിലുള്ള കാര്യങ്ങളാണ്. ഇനി മയ്യഴി ജനകീയ സമരം. മയ്യഴി നമ്മൾ എം മുകുന്ദന്റെ മയ്യഴി പുഴയുടെ തീരങ്ങളിൽ വായിച്ചിട്ടുള്ള ആളുകളാണ്. മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം കൊടുത്തത് IK കുമാരൻ മാസ്റ്റർ. മയ്യഴി ഗാന്ധി PSC ചോദിക്കുന്നത് എങ്ങനെയാ? മയ്യഴി ഗാന്ധി എന്നറിയപ്പെടുന്നത് IK കുമാരൻ മാസ്റ്റർ ആണ്. കൃത്യമായിട്ട് പഠിക്കുക. IK കുമാരൻ മാസ്റ്ററുടെ ചോദ്യം എന്താണ്? മയ്യഴി ജനകീയ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് IK കുമാരൻ മാസ്റ്റർ. അടുത്ത ചോദ്യം, തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവ്. കഴിഞ്ഞ ഫസ്റ്റ് ഫേസിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധപ്പെട്ട കൃതികൾ ചോദിച്ചു. 4 ഓപ്ഷൻ തന്നു. നിങ്ങൾ കണ്ടതാണ് ചോദ്യം. ശ്രദ്ധിക്കുക. തിരുനാൾ കുമ്മി എന്ന കൃതിയുടെ കർത്താവാണ് പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. ഏതാണ് കൃതി? തിരുനാൾ കുമ്മി. കേരളത്തിന്റെ എന്തെന്ന് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ ആരെന്ന് അറിയപ്പെടുന്നത്? പണ്ഡിറ്റ് KP കറുപ്പൻ. കേരളത്തിന്റെ എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതി തിരുനാൾ കുമ്മി. തിരുനാൾ കുമ്മി കൃത്യമായിട്ട് പഠിച്ചിട്ട് പോ. ഇനി വാഴത്തട വിപ്ലവം. നമ്മൾ എ ബനാനെ ഒരു പൂ തരാമോ പാട്ടൊക്കെ കേട്ടില്ലേടാ? വാഴ എന്ന് പറയുന്ന സിനിമയിൽ നിങ്ങൾ കണ്ടതല്ലേ? വാഴത്തട വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വ്യക്തി മഹാനായ കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വാഴത്തട വിപ്ലവം. ചോദ്യം പറ. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. അതുപോലെ പിടിയരി സമ്പ്രദായം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മുന്നോട്ട് പോകുന്നു. മദർ ഓഫ് കാർമൽ സഭയിലെ സഹോദരിമാർ എന്ന സന്യാസിനി സഭ സ്ഥാപിച്ചത് നമുക്കറിയാം. CMC കാർമൽ മദർ ഓഫ് കാർമൽ സഭയിലെ സഹോദരിമാർ എന്ന സന്യാസി സഭ സ്ഥാപിച്ചതും കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. നിലവിലും കേരളത്തിലുടനീളം കാർമൽ അണ്ടറിൽ ഒരുപാട് സ്ഥാപനങ്ങൾ ഉള്ളതായിട്ട് നമുക്കറിയാം. ഓക്കെ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്ന നവോത്ഥാന നായകൻ. ചോദ്യം ശ്രദ്ധിക്കുക. രാമകൃഷ്ണ മിഷൻ നമുക്കറിയാമല്ലേ, വിവേകാനന്ദന്റെ ഒക്കെ ഗുരുവായിട്ടുള്ള ശ്രീരാമകൃഷ്ണ പരമഹംസൻ. ഓക്കെ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമി. ചോദ്യം കൃത്യമായിട്ട് പഠിക്കുക. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകൻ ആഗമാനന്ദ സ്വാമിയാണ്. 13 ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം നമുക്കറിയാം. കായൽ എന്ന് എഴുതുമ്പോൾ 3 അക്ഷരങ്ങൾ. 1913 ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. കൃത്യമായിട്ട് പഠിക്കുക. കായൽ സമ്മേളനം 913 ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പനാണ്. ഇനി 1917 വർഷം നിങ്ങൾക്ക് അറിയാം. റഷ്യൻ വിപ്ലവം നടന്ന വർഷമാണ് 917. ഓക്കെ. 917 റഷ്യൻ വിപ്ലവത്തിന് പിന്തുണ പ്രഖ്യാപിച്ച മലയാള പത്രമാണ് മിതവാദി. സ്ഥിരം ചോദ്യമാണ്. ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ പഠിക്കുക. 917 റഷ്യൻ വിപ്ലവത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച മലയാള പത്രത്തിന്റെ പേരാണ് മിതവാദി. അപ്പൊ കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിംസിൽ ഒരു ചോദ്യം വന്നു. അൽ അമീൻ എന്ന പത്രം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമ്മുടെ കേരളത്തിന്റെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് 1924 ആരംഭിച്ച പത്രമാണ്. ഒരു സ്റ്റേറ്റ്മെന്റ് ഫുൾ ആയിട്ട് ചോദ്യത്തിലുണ്ടായിരുന്നു. കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവുക. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വന്നാലോ. കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. തിരുവനന്തപുരമാണ്. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ പാരമ്പര്യേതര ഊർജമാണ്. ചെലവ് കുറവാണ്, വളരെ സേഫ് ആയിട്ടുള്ളതാണ്. പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സാണ് നമ്മുടെ കാറ്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മുടെ ലെയ്സ് ഒക്കെ വാങ്ങുമ്പോൾ ലെയ്സിലും ബിങ്കോയിലും ഒക്കെ ഇല്ലേടാ നിറച്ച് കാറ്റ്. ആ കാറ്റ് വലിയൊരു ഊർജ സ്രോതസ്സാണ്. ഓക്കെ. ഇനി പെരിയാർ വന്യ
മൃഗസങ്കേതം ഏത് ജില്ലയിലാണ്? പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കി ജില്ലയിലാണ്. ഇനി KEB സ്ഥാപിതമായ വർഷം? നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് കേരളത്തിന്റെ ഊർജം എന്ന് അല്ലെ അവരുടെ ആപ്തവാക്യം. ഇങ്ങനെ ഇടിമിന്നൽ പോലൊരു ചിഹ്നം. 57 മാർച്ച് 31. കേരളം 56 വരുന്നു. 57 മാർച്ച് 31 എന്ത് വരുന്നു? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് 57 മാർച്ച് 31. ജസ്റ്റ് ഒന്ന് കണ്ടുവെക്കുക, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേരാണ് സൈലന്റ് വാലി. അപ്പൊ ഫസ്റ്റ് ആരാണ്? കേരളത്തിലെ രണ്ടാമത്തേതാണ് ഏത്? സൈലന്റ് വാലി ദേശീയോദ്യാനം അല്ലെങ്കിൽ നാഷണൽ പാർക്ക്. ഫസ്റ്റ് ഏതാണ്? ഇരവികുളമാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവുക. റിവൈസ് ചെയ്യാം, ശ്രദ്ധിക്കുക. ഫുൾ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേ. ഓക്കെ, ഇവിടെ മുതലാണ് നമ്മൾ പറഞ്ഞത്. യൂറോക്രോമിന്റെ ചോദ്യം ഓർമ്മയുണ്ടോ? യൂറോക്രോമിന്റെ ചോദ്യം, മൂത്രത്തിന് ഇളം മഞ്ഞ നിറം നൽകാൻ കാരണമാകുന്നത് ഏതാണ്? യൂറോക്രോം ആണ്. രണ്ടാമത് നമ്മൾ പറഞ്ഞു മനുഷ്യരിലെ നാഡികൾ 43 ജോഡിയാണ്. അതുപോലെ ക്ഷേതരക്താണുക്കൾ രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ പറഞ്ഞ പേര് ഫാഗോസൈറ്റോസിസ് എന്നാണ്. ഇനി ശരാശരി പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ ഒരു മിനിറ്റിൽ എത്ര തവണ? 12 മുതൽ 18 തവണ വരെ എന്ത് ചെയ്യുന്നു? ശ്വസിക്കുന്നു. അടുത്ത ചോദ്യം നമ്മൾ ഇന്ത്യയുടെ ദേശീയ വൃക്ഷമാണ് പേരാൽ. അടുത്ത ചോദ്യം പഞ്ചമിയുമായി ബന്ധപ്പെട്ട് ദളിത് നമ്മുടെ അയ്യങ്കാളി നേതൃത്വം കൊടുത്ത സമരം ഊരൂട്ടമ്പലം ലഹളയാണ്. സംഘടിത കർഷക തൊഴിലാളി സമരം കേരളത്തിൽ ആദ്യമായി സംഘടിപ്പിക്കുന്നതും അയ്യൻകാളിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം നമ്മൾ പറഞ്ഞത് പഴശ്ശി കലാപവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ പറഞ്ഞു. തലക്കൽ ചന്തു, കണ്ണവത്ത് ശങ്കരൻ, എടച്ചേന കുങ്കൻ, കൈതേരി അമ്പു. ഓക്കെ, അതില് മയ്യഴി ഗാന്ധി ആയിരുന്നു. IK കുമാരൻ മാസ്റ്റർ ആണ്. തിരുനാൾ കുമ്മി എഴുതിയതാരായിരുന്നു? തിരുനാൾ കുമ്മി പണ്ഡിറ്റ് KP കറുപ്പനാണ്. വാഴത്തട വിപ്ലവം ആരുമായി ബന്ധപ്പെട്ടതാ? ഓർത്തോർത്തു പറ കുര്യാക്കോസ് ഏലിയാസ് ചാവറയാണ്. CMC എന്ന് പറയുന്ന സഭ, സന്യാസി സഭ, കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. ശ്രീരാമകൃഷ്ണ മിഷന്റെ കേരളത്തിലെ സംഘത്തിന്റെ നേതൃത്വം കൊടുത്തത് ആഗമാനന്ദ സ്വാമിയാണല്ലേ. അടുത്ത ചോദ്യം നമ്മൾ പഠിച്ചത് 13 ചരിത്ര പ്രസിദ്ധമായ എന്ത് നടന്നു? കായൽ സമ്മേളനം. നേതൃത്വം പണ്ഡിറ്റ് KP കറുപ്പനാണ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് റഷ്യൻ വിപ്ലവം 917 നടക്കുമ്പോൾ കേരളത്തിൽ ഒരു പത്രം അതിനെ സപ്പോർട്ട് ചെയ്യുന്നു, അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. മിതവാദി എന്നാണ് ആ പത്രത്തിന്റെ പേര്. ഇനി അടുത്ത ചോദ്യം, കേരള മത്സ്യഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരമായിരുന്നു. ഏറ്റവും സുരക്ഷിതവും ചിലവ് കുറഞ്ഞതുമായ ഊർജ്ജരൂപം അല്ലെങ്കിൽ പാരമ്പര്യേതര ഊർജ്ജരൂപമാണ് കാറ്റ് എന്ന് നമ്മൾ പഠിച്ചു. പെരിയാർ വന്യജീവി സങ്കേതം ഇടുക്കിയിലാണ്. ഇനി KSEB രൂപീകരിക്കപ്പെട്ടത് 57 മാർച്ച് 31. കേരളത്തിലെ രണ്ടാമത്തെ ദേശീയോദ്യാനത്തിന്റെ പേര് സൈലന്റ് വാലി എന്നാണ്. മുന്നോട്ട് പോകുന്നു, കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ലോക മണ്ണ് ദിനമായി ആചരിക്കുന്നത് വേൾഡ് സോയിൽ ഡേ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന പോയിന്റ് ഡിസംബർ 5 ലോക മണ്ണ് ദിനമാണ്. ഇനി കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇടിമിന്നലോടുകൂടി പെയ്യുന്ന വേനൽ മഴ അറിയപ്പെടുന്നത് മാങ്കോ ഷവർ എന്നാണല്ലേ. ഓക്കെ, ചോദ്യം കൃത്യമാണ്. കേരളം, അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്, കർണാടക എന്നിവിടങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ നമ്മുടെ വേനൽ അവധി സമയമാണ്. നമ്മൾ മാങ്ങ പൂക്കുന്ന കാര്യം ഓർക്കുക, അവധി സമയത്ത് മാവിൽ കല്ലെറിയുന്ന കാര്യം ഓർക്കുക. മാംഗോ ഷവർ എന്നാണ് അതിന്റെ പേര്. ഇനി ഭാരതപ്പുഴയെ വെള്ളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത് ഭാരതപ്പുഴ. നമുക്കറിയാം ഭാരതപ്പുഴയെ വെള്ളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്. മലപ്പുറം ജില്ലയിലെ പൊന്നാനി കനാലാണ്. ഭാരതപ്പുഴയെ വെളിയങ്കോട് കായലുമായി ബന്ധിപ്പിക്കുന്നത് പൊന്നാനി കനാലാണ്, മലപ്പുറം. ഇനി പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. ഓക്കെ, നമ്മൾ പാലൊക്കെ കുടിച്ചാൽ നമുക്ക് നല്ല എന്ത് വരും? ഭാരം വെക്കുമെന്ന് പറയത്തില്ലേടാ. അപ്പൊ പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഭാരതപ്പുഴയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ചെയർമാൻ ഉൾപ്പെടെ ദേശീയ പട്ടിക ജാതി കമ്മീഷനിൽ, അതായത് SC/ST കമ്മീഷന്റെ കാര്യമാണ് പറയുന്നത്. ഇത് ദേശീയ പട്ടിക ജാതി കമ്മീഷനിൽ അംഗസംഖ്യ 5 പേരാണുള്ളത്. ഓക്കെ, ക്ലിയർ ആയിട്ട് പഠിച്ചോ. 5 പേരാണ് ദേശീയ പട്ടികജാതി കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെയുള്ളവരുടെ എണ്ണം. ഇനി വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? വിവരാവകാശ നിയമം 2005 പ്രകാരം നിങ്ങൾക്കൊരു വിവരം അറിയണമെങ്കിൽ നിങ്ങൾ അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കാണ്? പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ, അതായത്
PIO എന്ന് നമ്മൾ പറയില്ലേ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ അല്ലെങ്കിൽ ആർക്കാണ് അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കോ നമ്മൾ എന്ത് ചെയ്യണം, അപേക്ഷ കൊടുക്കേണ്ടതാണ്. കൃത്യമായിട്ട് പഠിച്ചോ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല ഏതാടാ? മലനാടാണ്. നമുക്കറിയാം മലനാട്, ഇടനാട്, തീരപ്രദേശം അല്ല, നമ്മൾ ഇങ്ങനെ പഠിക്കാറുണ്ടല്ലേ. 48 മലനാടാണ്, 40% എന്താണ്, ഇടനാടാണ്, 12% അല്ലേ, ഇങ്ങനെയാ വരിക. കൃത്യമാണോ? 88. ഓക്കെ, ഇങ്ങനെയല്ലേടാ വരുന്നത്. കൃത്യമായിട്ട് പഠിച്ചോണേ. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ഫാക്റ്റ് ആണ്. മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നുള്ള രീതിയിലാണ്. ഇനി കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. താമരയുടെ ശാസ്ത്രീയ നാമം ഓക്കെ, നിലംബോ ന്യൂസിഫറ. നമ്മൾ പഠിച്ചതാണ് ദേശീയ ചിഹ്നങ്ങൾ എന്നൊരു ചാപ്റ്ററിൽ. ഓക്കെ, ഇതിൽ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്. 40, 42, 10 അല്ലേ. തീരപ്രദേശത്തിൻ്റെത് 10% ആണ് വരുന്നത്. അത് നമുക്കൊന്ന് ക്ലിയർ ചെയ്തിട്ട് പറയാം. ഓക്കെ, ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം, കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ക്ലിയർ ആണേ, തിരുവനന്തപുരം ആണ്. ഗംഗയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ചത് 2008 ഗംഗ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിക്കുന്നത് 2008 എന്ന വർഷത്തിലാണ്. ഇനി മൗലികാവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നത്, എടാ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ തന്നെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള റൈറ്റ് ഏതാണ്? 32ാമത്തെ റൈറ്റ് ആണ്. എന്താണ്? ഭരണഘടനാപരമായുള്ള പരിഹാരത്തിനുള്ള അവകാശമാണ്. വളരെ ഇമ്പോർട്ടന്റ് ചോദ്യം. ഇനി ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം, എടാ റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, അതായത് ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം ആർട്ടിക്കിൾ 21 പറയപ്പെടുന്നു. ക്ലിയർ ആയിട്ട് പഠിച്ചോ, ക്ലിയർ ആയിട്ട് പഠിച്ചോ. മുന്നോട്ട് വരുന്നു. ഭരണഘടനയിലെ ആർട്ടിക്കിൾ 29, 30 വരെ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നമുക്കറിയാം 29, 30 നമ്മൾ ഒന്നിച്ചാണ് പറയുന്നത്. എന്താണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ന്യൂനപക്ഷങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ആണ് 29ഉം 30ഉം. ഏതാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ഇനി ഭരണഘടന ഉറപ്പു നൽകുന്ന 6 തരം മൗലികാവകാശങ്ങളെ കുറിച്ച് പറയുന്ന വകുപ്പുകൾ നമുക്കറിയാം. 6 അവകാശങ്ങളുണ്ട്. ഏത് ആർട്ടിക്കിൾ മുതൽ ഏത് ആർട്ടിക്കിൾ വരെയാ? ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. അതിൽ തന്നെ നമ്മൾ 6 റൈറ്റ്സ് മാത്രം എടുത്തു പറഞ്ഞാൽ 14 മുതൽ 32 വരെയാണ് അല്ലേ. ക്ലിയർ ആയിട്ട് പഠിച്ചോണേ. ഫണ്ടമെന്റൽ റൈറ്റ്സ് മാത്രമാണെങ്കിൽ 14 തുടങ്ങി 32 അവസാനിക്കുന്നു. ഇനി 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് വിജയ കൃഷ്ണനാണ്. പി കേശവദേവ് പുരസ്കാരം നോക്കിയിട്ട് പോവുക, അപ്ഡേറ്റ് ചെയ്തിട്ട് പോവുക. പുതിയത് 16ാമത്തേത് കിട്ടിയത് ആർക്കാണ്? വിജയ കൃഷ്ണനാണ് എന്നുകൂടി ഓർത്തു വെച്ചേക്കുക. ഇനി ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഈ അടുത്ത സമയത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൃത്യമായിട്ട് പഠിക്കുക. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ഡോക്ടർ ശങ്കർ ദയാൽ ശർമ്മ. എടാ എഡ്യൂക്കേഷൻ ഉണ്ടാവുക, ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാത്തിനും അപ്പുറം എന്നൊക്കെ വരുന്ന ഒരു അർത്ഥമാണ്. അത്യാവശ്യം വിദ്യാഭ്യാസമുള്ള ആളുകൾക്ക് എന്താണ്? നല്ല ദയ ഉണ്ടാവും ഓർക്കുക. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ശങ്കർ ദയാൽ ശർമ്മ എഴുതിയ പുസ്തകമാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചോ. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച രാജ്യങ്ങൾ എന്താണ്? പഞ്ചശീല തത്വങ്ങൾ സ്ഥിരം ചോദ്യമാണ്. ഇന്ത്യയും ചൈനയും തമ്മിൽ ഒപ്പുവെച്ച രേഖയാണേത്? പഞ്ചശീല പ്രിൻസിപ്പിൾസ്. ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായിരുന്ന ഷൗവിൽ ലായും തമ്മിൽ ഒപ്പുവെക്കുന്നു. എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടോ? 54 1954 ഏപ്രിൽ 29 കൃത്യമായിട്ട് പഠിച്ചുകൊള്ളുക. സ്ഥിരം ചോദ്യമാണ് പഞ്ചശീല പ്രിൻസിപ്പിൾസ്. ഇന്ത്യയും ചൈനയുമാണ്. ഇനി ആസാദ് ഹിന്ദ് ഗവൺമെന്റ് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന കാര്യമാണ്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിച്ചത് എവിടെയാണ്? സിംഗപ്പൂരിലാണ്. സിംഗപ്പൂരിലാണ് ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിക്കപ്പെടുന്നത്. ഇനി പോസ്റ്റ് ഓഫീസ് എന്ന കൃതി സ്ഥിരം ചോദ്യം. പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ കൃതിയാണ് പോസ്റ്റ് ഓഫീസ് എന്ന കൃതി. ഇനി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാനുള്ള ലയന കരാറിൽ ഒപ്പിട്ട വ്യക്തി. നമുക്കറിയാം ഇന്ത്യ നാട്ടുരാജ്യങ്ങൾ, നിരവധി നാട്ടുരാജ്യങ്ങളെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാക്കുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊണ്ടുവന്നടാ? ഒരു ലയന കരാർ കൊണ്ടുവന്നു. അത് ഒപ്പുവെക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്
നമ്മുടെ ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേലാണ്. അദ്ദേഹത്തെ സഹായിച്ച മലയാളി VP മേനോനാണ്. സ്ഥിരം ചോദ്യമാണ്. ഇനി പ്ലാസി യുദ്ധം നമുക്കറിയാം 1757 വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ബ്രിട്ടീഷുകാരുടെ അടിത്തറയിട്ട യുദ്ധം എന്നൊക്കെ പറയുന്ന 1757 പ്ലാസി യുദ്ധം. സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരായിരുന്നു? റോബർട്ട് ക്ലൈവ് ആണ്. അപ്പോൾ 1757 പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് ആരാണ്? റോബർട്ട് ക്ലൈവ് ആണ്. ഇനി ഇതിൽ നിന്ന് തന്നെ ഒരു ചോദ്യമുണ്ട്. ക്ലൈവിന്റെ കുറുക്കൻ എന്നറിയപ്പെടുന്നത് PSC ചോദിക്കാറുണ്ട്. മിർ ജാഫർ ആണല്ലേ, മിർ ജാഫർ ആണ്. ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന വിപ്ലവം വളരെ ഇമ്പോർട്ടന്റ്, വളരെ എളുപ്പമുള്ള ചോദ്യം. ഒന്നാം സ്വാതന്ത്ര്യ സമരം 1857 വിപ്ലവമാണ്. ഇനി മസൂലി പട്ടണം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മസൂലി പട്ടണം അല്ലെങ്കിൽ മജൂലി പട്ടണം എന്നൊക്കെ അറിയപ്പെട്ടിരുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. മസൂലി പട്ടണം നിലവിലിപ്പോ എവിടെയാണ്? ആന്ധ്രാപ്രദേശിലാണ്. ശ്രീശൈലം പദ്ധതി ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചേ. ശ്രീശൈലം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് കൃഷ്ണ നദിയിലാണ്. ഇനി ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടിരുന്നത്? വളരെ സ്ഥിരം ചോദ്യം, വളരെ ഇമ്പോർട്ടന്റ്. ജിം കോർബറ്റ് ആണല്ലേ. ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എവിടെയാണ്? ഏത് സംസ്ഥാനത്താ ജിം കോർബറ്റ് സ്ഥിതി ചെയ്യുന്നത്? കമന്റ് ചെയ്തേ. ഓക്കെ, ഇന്ത്യയിലെ ഏത് ദേശീയോദ്യാനമാണ് ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെടുന്നത്? ജിം കോർബറ്റ് ആണ്. സ്ഥിരം ചോദ്യം. ഇനി ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ് പ്രസിദ്ധീകരിച്ചത്? പേരിൽ ബംഗാൾ ഉണ്ട്, പക്ഷെ പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷ് ഭാഷയിലാണല്ലേ. ഓക്കെ, ജെയിംസ് അഗസ്റ്റസ് ഹിക്കിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ പത്രമാണ് ബംഗാൾ ഗസറ്റ് എന്നറിയപ്പെടുന്നത്. ഇംഗ്ലീഷ് ഭാഷയിലാണ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. ഇനി അന്റാർട്ടിക്കയിലെ ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ്, നമ്മുടെ അന്റാർട്ടിക്ക പെൻഗ്വിനുകളുള്ള നമ്മുടെ മനുഷ്യവാസമില്ലാത്ത വൻകരയായിട്ടുള്ള കോണ്ടിനെന്റ് ആയിട്ടുള്ള അന്റാർട്ടിക്കയിലെ പോസ്റ്റ് ഓഫീസ് ഏത് പോസ്റ്റൽ ഡിവിഷന്റെ കീഴിലാണെന്ന് ചോദിച്ചാൽ ഗോവയുടെയാണ് കേട്ടോ. ഇന്ത്യൻ പോസ്റ്റ് ഓഫീസ് ഗോവ ഡിവിഷന്റെ കീഴിലാണ്. ചോദിക്കാറുള്ള ചോദ്യമാണ്. ഇനി സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം. കൃത്യമായിട്ട് വർഷമാണ്. ഒരു തവണ പഠിച്ചാൽ നിങ്ങൾക്ക് ഇത് ഉറപ്പായിട്ട് ഓപ്ഷനിൽ നിന്ന് കിട്ടും. ചോദ്യം കൃത്യമായിട്ട് പഠിക്കുക. സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമായ വർഷം 1958 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ 58 ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി, സംശയം വേണ്ട, ഗംഗാ നദിയാണ്. ഇന്ത്യയുടെ ദേശീയ നദിയാണ്. ഓക്കെ, ഏറ്റവും വലിയ നദീതടമുള്ള ഇന്ത്യൻ നദി. ഇനി ഇന്ത്യയെ വടക്കേ ഇന്ത്യ, തെക്കേ ഇന്ത്യ എന്നിങ്ങനെ വേർതിരിക്കുന്ന മലനിര ഏതാണ്? വിന്ധ്യ പർവ്വതമാണ്. ഓക്കെ, അപ്പൊ കൃത്യമായിട്ട് പഠിച്ചേടാ. നമ്മൾ സൗത്ത് ഇന്ത്യ, നോർത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനത്തെ ഒരു ക്ലാസിഫിക്കേഷൻ വരുന്നെങ്കിൽ അതിനുള്ള മലനിര ഏതാണ്? വിന്ധ്യ പർവ്വതമാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം. അപ്പൊ നമ്മുടെ മനസ്സിൽ വരണം, ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്ന് പറയുമ്പോൾ നമ്മുടെ മാപ്പ് മനസ്സിലേക്ക് വരണം. തെക്കേ അറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ തെക്കേ അറ്റം എന്ന് പറയുന്നത്. ഇനി പഞ്ചാബ് അതിർത്തി പങ്കിടുന്ന അയൽ രാജ്യം ഏതാണ്? പഞ്ചാബ് അതിർത്തി പങ്കിടുന്നത് ഏതുമായിട്ടാണ്? പാകിസ്ഥാനുമായിട്ടാണല്ലേ. പാകിസ്ഥാനുമായിട്ട് പഞ്ചാബ് അതിർത്തി പങ്കിടുന്നു. ഇനി ദോലനത്തിന് ഉദാഹരണം, സ്ഥിരം ചോദ്യമാണല്ലേ. ഊഞ്ഞാലിന്റെ ചലനം എന്തിന് ഉദാഹരണമാണ്? ദോലനത്തിന് ഉദാഹരണമാണ്. ഓക്കെ, തെർമോമീറ്റർ അളക്കുന്ന ഭൗതിക അളവ്. തെർമോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഊഷ്മാവാണ് അളക്കുന്നത്. ഊഷ്മാവ് അളക്കുന്നു. ഏത്? തെർമോമീറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് അളക്കുന്നു? ഊഷ്മാവ് അളക്കുന്നു. ക്ലിയർ ആണ്. ഇനി പാരമ്പര്യ ഊർജ സ്രോതസ്, ഇത് ക്വസ്റ്റ്യനിലെ ഓപ്ഷനിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, LPG എന്ന് പറയുന്നത് എന്താണ്? പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്തു? തീർന്നു പോയാൽ പിന്നീട് അത് റീക്രിയേറ്റ് ചെയ്യപ്പെടാൻ വളരെ സമയമെടുക്കും. ഒരുപക്ഷെ അത് പിന്നീട് വലിയ ചിലവുള്ളൊരു പരിപാടിയുമാണ്. ഇനി ഇവിടെ ഓപ്ഷനിൽ വരുന്നതിൽ ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്, LPG ആണ്. അപ്പൊ LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഏതാണ് ഉത്തരം? LPGയിലെ പ്രധാനപ്പെട്ട ഘടകം ബ്യൂട്ടൈൻ ആണല്ലേ. ബ്യൂട്ടൈൻ ആണ്. ഇനി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഗ്രഹം ഏതാണ്? നമുക്ക് കണ്ണുകൊണ്ട് നമ്മുടെ പ്ലെയിൻ ആയിട്ട് നോക്കിയാൽ കാണാൻ കഴിയില്ല ഈ ഗ്രഹത്തെ. അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് ഓർക്കുക? റൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾക്ക് പിഴി തരുന്നില്ലല്ലോ, നമുക്ക് കാണാൻ കൊടുക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയാണ്
യുറാനസ് ആണ്. ഏതാണ്? യുറാനസ് ആണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക, യുറാനസ് ആണ്. ഇനി കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി പതിക്കുമ്പോൾ 30 ഡിഗ്രി പതന കോണുണ്ടാകുന്നുവെങ്കിൽ പ്രതിപതന കോണിന്റെ അളവ്. എടാ ഫിസിക്സിൽ ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായിട്ട് കിടക്കുന്നതാണ്. പതന കോൺ ഏതാണോ അത് തന്നെയായിരിക്കും പ്രതിപതന കോണായിട്ട് വരിക. പതന കോണ് 30 ഡിഗ്രി ആണ്. പ്രതിപതന കോണ് 30 ഡിഗ്രി തന്നെയാണ്. കോൺകേവ് ദർപ്പണമാണ്. കൃത്യമായിട്ട് പഠിച്ചോളുക. ഇനി നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ്, നേർപ്പിച്ച HCl എന്തുമായിട്ട് ചെയ്യാൻ പോവാണ്? ഓക്കെ, സിങ്ക് എന്ന മൂലകവുമായി പ്രവർത്തിച്ചുണ്ടാകുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ ആണ്. ഓക്കെ, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുന്നു. ഏതുണ്ടാവുന്നു? ഹൈഡ്രജൻ. നേരത്തെ ഒരു ചോദ്യം ഓർമ്മയുണ്ടോ? ആസിഡും ലോഹവും തമ്മിൽ പ്രവർത്തിച്ചാൽ ഉണ്ടാകുന്ന വാതകം ഹൈഡ്രജൻ ആണ്. അതിനെ നമ്മൾ എന്ത് ചെയ്തിരിക്കുകയാണ്? കുറച്ചുകൂടി ടെക്നിക്കലി കാണിച്ചിരിക്കുന്നു. ഇനി പാല് കേടാകാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയെ പറയുന്ന പേരാണ് പാസ്ചറൈസേഷൻ. നമ്മുടെ വീട്ടിൽ വാങ്ങുന്ന പാല്, പാക്കറ്റ് പാല്, നാടൻ പാലല്ല, പാക്കറ്റ് പാലിൽ എഴുതിയിട്ടുണ്ടാവും പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന്. ഓക്കെ, നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സയന്റിഫിക് ആയിട്ടൊരു പ്രോസസ്സിലൂടെ അതിനെ എന്ത് ചെയ്യുന്നുണ്ടടാ? സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രീതിയാണ്. ഇനി അസറ്റോബാക്ടർ ബാക്ടീരിയയെ അന്തരീക്ഷത്തിലെ ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് നൈട്രേറ്റ് ഉണ്ടാവുന്നത്? സിമ്പിൾ ചോദ്യമാണ്. അസറ്റോബാക്ടർ എന്ന ബാക്ടീരിയ അന്തരീക്ഷത്തിലെ നൈട്രജനുമായി പ്രവർത്തിച്ചാണ് എന്തുണ്ടാവുന്നത്? നൈട്രേറ്റ് ഉണ്ടാവുന്നത്. കൃത്യമായിട്ട് പഠിക്കുക, ശ്രദ്ധിച്ചോ. നമ്മൾ റിവിഷൻ പറയുവാണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ചെയർമാൻ ഉൾപ്പെടെ പട്ടികജാതി കമ്മീഷനിൽ 5 പേരാണുള്ളത്. അതുപോലെ പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷനോ അസിസ്റ്റന്റ് പബ്ലിക് ഇൻഫർമേഷൻ കമ്മീഷണർക്കോ ആണ് എന്ത് ചെയ്യേണ്ടത്? വിവരാവകാശ അപേക്ഷ നൽകേണ്ടത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖല മലനാടാണ്. തൊട്ടുപുറകിൽ ഇടനാട്, ഏറ്റവും കുറവ് തീരപ്രദേശമാണ്. ഇനി നിലംബോ ന്യൂസിഫറ എന്നത് എന്തിന്റെ ശാസ്ത്രീയ നാമം? താമര, ദേശീയ പുഷ്പമായ താമരയുടെ ശാസ്ത്രീയ നാമമാണ്. ഇനി കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം എന്ന് പഠിച്ചു. 2008 ദേശീയ നദിയായി ഗംഗയെ പ്രഖ്യാപിക്കുന്നത്. ഇനി മൗലിക അവകാശങ്ങളിൽ മൗലികമായത് ആർട്ടിക്കിൾ 32 ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ജീവനും സ്വത്തിനും അപായം സംഭവിക്കാതിരിക്കാനുള്ള അവകാശം ആർട്ടിക്കിൾ 21, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി ആണ്. ഇനി ആർട്ടിക്കിൾ 29, 30 എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പഠിച്ചടാ? സാംസ്കാരികവും ന്യൂനപക്ഷവും പരവുമായ അല്ലെങ്കിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളാണ്. ഇനി കൃത്യമായി 6 മൗലിക അവകാശങ്ങളുണ്ട്. ആ മൗലിക അവകാശങ്ങളുടെ ആർട്ടിക്കിൾ ചോദിച്ചാൽ 14 മുതൽ 32 വരെയാണ്. ഇനി 16ാമത് പി കേശവദേവ് പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? വിജയകൃഷ്ണനാണ്. ഓക്കെ, പിന്നീട് നമ്മൾ പറഞ്ഞു ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ. ഹൊറൈസൺസ് ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ ആരുടെയാണ്? ശങ്കർ ദയാൽ ശർമ്മ. ഇനി പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത് ഇന്ത്യയും ചൈനയുമാണ്. നെഹ്റുവും ചൗവിൻലായുമാണ്. 54 ഏപ്രിൽ 29 നമ്മൾ പഠിച്ചു. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന വർഷം സ്ഥിരം ചോദ്യം 919 ഏപ്രിൽ 13. ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ചോദ്യമാണ്. സ്ഥിരമായ സ്റ്റേറ്റ്മെന്റിൽ വരുന്നു ജാലിയൻ വാലാബാഗ് 1919 ഏപ്രിൽ 13. 1919 ഏപ്രിൽ 13 ആണ്. ഇനി നമ്മൾ പറഞ്ഞു ആസാദ് ഹിന്ദ് ഗവൺമെന്റ് രൂപീകരിക്കപ്പെട്ടത് സിംഗപ്പൂരിലാണ്. ആസാദ് ഹിന്ദ് ഗവൺമെന്റ് സിംഗപ്പൂരിലാണ്. ഓക്കെ, അതുപോലെ പോസ്റ്റ് ഓഫീസ് എന്ന കൃതി, സ്ഥിരം ചോദ്യം, പോസ്റ്റ് ഓഫീസ് എന്ന കൃതി രവീന്ദ്രനാഥ ടാഗോർ ആണ്. അതുപോലെ ലയന കരാറിൽ ഒപ്പുവെച്ചത് സർദാർ വല്ലഭായ് പട്ടേലാണ്. മുന്നോട്ട് വന്നു. പ്ലാസി യുദ്ധത്തിൽ സിറാജുദ്ദൗളയെ പരാജയപ്പെടുത്തിയത് റോബർട്ട് ക്ലൈവ് ആണ്. 1ാം സ്വാതന്ത്ര്യ സമരം 57 വിപ്ലവം എന്നറിയപ്പെടുന്നു. മസൂലി പട്ടണം നിലവിൽ സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ശ്രീശൈലം പദ്ധതി കൃഷ്ണ നദിയിലാണ്. ആദ്യകാലത്ത് ഹെയ്ലി ദേശീയോദ്യാനം എന്നറിയപ്പെട്ടത് ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഏത് ഭാഷയിലാണ് ബംഗാൾ ഗസറ്റ്? ഓർമ്മയുണ്ടോ? ഇംഗ്ലീഷ് ഭാഷയിലാണ്. ഇനി ഇന്ത്യയുടെ പോസ്റ്റ് ഓഫീസ് അന്റാർട്ടിക്കയിലുണ്ട്. അത് ഏത് ഡിവിഷന് കീഴിലാണ്? ഗോവ എന്ന ഡിവിഷനിൽ കീഴിലാണ്. 58 സോയിൽ ആൻഡ് ലാൻഡ് യൂസ് സർവേ ഓഫ് ഇന്ത്യ സ്ഥാപിതമാകുന്നത്. 58 ഏറ്റവും വലിയ നദീതടമുള്ളത് ഗംഗാ നദിക്കാണെന്ന് പറഞ്ഞു. ഇനി നോർത്ത് ഇന്ത്യ, സൗത്ത് ഇന്ത്യ എന്നൊരു ഡിവിഷൻ നമ്മളൊരു മൗണ്ടൈനെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ, ഒരു പർവ്വതത്തെ വെച്ചുകൊണ്ട് പറഞ്ഞാൽ അത് വിദ്യാ പർവ്വതമാണ്. സ്ഥിരമായി ചോദിക്കുന്നു. ഇനി ഏറ്റവും തെക്കേയറ്റം ഇന്ത്യൻ ഉപഭൂഖണ്ഡം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഏറ്റവും തെക്കേയറ്റം എന്ന് പറയുന്നത് കന്യാകുമാരിയാണ്. ഓക്കെ, അതുപോലെ ദോലനത്തിന് ഉദാഹരണം ഊഞ്ഞാലിന്റെ ചലനമാണ്. നമ്മൾ തെർമോമീറ്റർ ഉപയോഗിച്ചുകൊണ്ട് എന്തളക്കുന്നു? ഊഷ്മാവ് അളക്കുന്നു. ഇനി LPG ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസിലെ പ്രധാനപ്പെട്ട വസ്തു ബ്യൂട്ടൈൻ ആണെന്ന് പറഞ്ഞു.
അതൊരു പാരമ്പര്യ ഊർജ സ്രോതസ്സാണ്. ഇനി നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയില്ല. ആരെ? ഓടി ഓടി പോവുകയാണ്, റൺ ചെയ്യുകയാണ്. യുറാനസ് ആണ്, യുറാനസ്. ഓക്കെ. കോൺകേവ് ദർപ്പണത്തിൽ പ്രകാശരശ്മി ഏതാണോ പ്രതിപതന രശ്മിയും സെയിം ആണെന്ന് പറഞ്ഞു. 30 ഡിഗ്രി വന്നു. അപ്പോൾ അവിടെ 30 ഡിഗ്രി തന്നെയാണ് ഉത്തരം വരുന്നത്. പിന്നീട് ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മൾ സിങ്കുമായി പ്രവർത്തിപ്പിച്ചു. ഏത് വാതകം? ആസിഡിന് ലോഹം പ്രവർത്തിക്കുമ്പോൾ ഹൈഡ്രജൻ ഉണ്ടാവുന്നു. പാല് സൂക്ഷിക്കാൻ വേണ്ടി പാസ്ചറൈസേഷൻ എന്ന പ്രക്രിയ ഉപയോഗിച്ചു. അന്തരീക്ഷത്തിൽ അസെറ്റോബാക്ടർ എന്തുമായി പ്രവർത്തിക്കുന്നു? നൈട്രജനുമായി പ്രവർത്തിച്ചുകൊണ്ട് നൈട്രേറ്റ് നമുക്ക് ലഭിച്ചു. കൃത്യമായി റിവൈസ് ചെയ്തു പോവുക. ഇനി എടാ, ഇരുമ്പിന്റെ അയിരുകൾ സ്ഥിരമായി ചോദിക്കുന്ന ചോദ്യമാണ്. ഇരുമ്പിന്റെ അയിര് അതുപോലുള്ള ചോദ്യങ്ങൾ. ഇരുമ്പിന്റെ അയിര് ഹേമറ്റൈറ്റും മാഗ്നറ്റൈറ്റും മിക്കവാറും ചോദിക്കുന്ന രണ്ടെണ്ണം ഇവയാണ്, ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്. ഇനി വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 83-ൽ കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം അപ്പിക്കോ പ്രസ്ഥാനമാണ്. കഴിഞ്ഞ പ്രിലിംസിൽ ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ 83-ല് കർണാടകയിൽ വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. അപ്പിക്കോ പ്രസ്ഥാനം എപ്പോഴാണ്? വർഷം 83. കർണാടക വനസംരക്ഷണമാണ്. ക്ലിയർ ആയിട്ട് പഠിക്കുക. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനമായി ആചരിക്കുന്നത് മെയ് 22 ബയോഡൈവേഴ്സിറ്റി ദിനം മെയ് 22 തീയതിയാണ്. മെയ് 22 ജൈവ വൈവിധ്യ ദിനം. ഇനി കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണല്ലേ. കുട്ലു കാസർഗോഡാണ്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കുട്ലു കാസർഗോഡ്, കാസർഗോഡാണ്. തെങ്ങിന്റെ സങ്കര ഇനമല്ലാത്തത് അക്ഷയ. അപ്പൊ അത് ഓപ്ഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്യണം? എടുക്കണം. കേരള സർക്കാരിന്റെ സമ്പൂർണ്ണ അവയവദാന പദ്ധതിയുടെ പേര് മൃതസഞ്ജീവനിയാണ്. അംബാസിഡർ ആരാണ്? മോഹൻലാലാണ്. മൃതസഞ്ജീവനി സമ്പൂർണ്ണ അവയവദാന പദ്ധതി. ഇനി പുകവലി മൂലം ശ്വാസകോശത്തിനുണ്ടാകുന്ന രോഗമാണ് ഏത്? എംഫിസിമ. നിങ്ങൾ സിനിമ കാണുമ്പോൾ അതിന് മുമ്പിൽ പ്രിക്കോഷൻ ആയിട്ട് പരസ്യം കാണിക്കാറുണ്ടല്ലേ, എംഫിസിമ, ബ്രോങ്കൈറ്റിസ് എന്നൊക്കെ പറഞ്ഞിട്ട്. എംഫിസിമ പുകവലിയുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന ശ്വാസകോശ രോഗമാണ്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാണ്? കട്ട പിടിക്കാൻ കെ വേണം അല്ലെ? വൈറ്റമിൻ കെ ആണ്. ഓക്കെ, വൈറ്റമിൻ കെ ആണ്. ഓക്കെ. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ ആരാണ്? സസ്യബുക്കുകളാണല്ലേ. ഭക്ഷ്യശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താക്കൾ സസ്യബുക്കുകളാണ്. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് ക്രമാതീതമായി കുറയുമ്പോൾ ഉണ്ടാകുന്ന പേശികളുടെ കോച്ചി വലിവ് ഏത് പേരിൽ അറിയപ്പെടുന്നു? ടെറ്റനി എന്നറിയപ്പെടുന്നു. എടാ, ചോദ്യം കൃത്യമായിട്ട് പഠിക്കുക. രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് എന്ത് ചെയ്യുന്നു? ക്രമാതീതമായിട്ട് കുറയുന്നു. നമ്മുടെ രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ് കാര്യമായി കുറയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കുന്നു? പേശികൾക്ക് കോച്ചി വലിവുണ്ടാവുന്നു. അതിനെ ടെറ്റനി എന്ന് വിളിക്കുന്നു. ടെറ്റനി എന്ന് വിളിക്കുന്നു. ഓക്കെ. പ്രസിദ്ധമായ വന്ദേ മാതരം എന്ന ഗാനം ഇന്ത്യയുടെ ദേശീയ ഗീതമായിട്ടുള്ള എവിടെ നിന്ന് എടുത്തു? ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് എടുത്തു. ആരെഴുതി? ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയതാണ്. മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? മനുഷ്യരിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് കരൾ. ഏറ്റവും വലിയ അവയവം ഏതാണ്? ത്വക്കാണ്. ഏറ്റവും വലിയ ഗ്രന്ഥിയാണ് ഏത്? കരൾ. ചോദ്യം മാറിപ്പോയാൽ ഉത്തരം മാറിപ്പോവും, ശ്രദ്ധിച്ചിരിക്കുക. ഇന്ത്യയിൽ ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിക്കപ്പെട്ട ആദ്യ സംസ്ഥാനം ആന്ധ്രാപ്രദേശ് ആണല്ലേ. ആന്ധ്രയാണ്. ഓപ്ഷനിൽ ആന്ധ്രാപ്രദേശ് എന്നാണ് ഉള്ളതെങ്കിൽ ആന്ധ്രാപ്രദേശ് എഴുതാം. 53-ലാണ് അല്ലെ ആന്ധ്രാപ്രദേശ്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം 46-ൽ രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ നമുക്കറിയാം. 46-ൽ ഒരു ക്യാബിനറ്റ് മിഷൻ വരുന്നുണ്ട്, 3 പേരടങ്ങുന്നത്. അത് പ്രകാരം നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി രൂപീകരിക്കുന്നു. അതിന്റെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം പ്രവർത്തിച്ച മലയാളി വപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോനാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ ടെക്സ്റ്റ് ബുക്കിൽ അദ്ദേഹത്തിനെ പറ്റി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ തന്നെ സ്ഥിരമായി ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം ഏതാണ്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം സ്ഥിരമായി ചോദിക്കാറുണ്ട്. അദ്ദേഹം ബീഹാറിൽ ഗവർണറായിരുന്നു എന്നുള്ള പോയിന്റ് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ബോക്സിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇനി കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ പൂർണ്ണ സ്വാതന്ത്ര്യമാണെന്ന് പ്രഖ്യാപിച്ച സമ്മേളനം
എന്ത് പറയാനാണ്, എപ്പോഴും ഉള്ള ചോദ്യം. 929 ലാഹോർ സമ്മേളനം അധ്യക്ഷനാരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 29 പൂർണ്ണ സ്വരാജുമായി ബന്ധപ്പെട്ട ചോദ്യം. ഇനി രാജാറാം മോഹൻ റായ്, ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവായിട്ടുള്ള ഒരുപാട് വിശേഷണങ്ങൾ അറിയിക്കുന്ന സ്ഥിരം പ്രിലിംസിലെ ഒരു ചോദ്യം. കഴിഞ്ഞ ഫസ്റ്റ് പ്രിലിംസിലും ചോദ്യം വന്നിരുന്നു അല്ലെ. നവോത്ഥാനത്തിന്റെ നായകനായിട്ടുള്ള രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് സംവാദ് കൗമുദി. ഏതാണ്? ബംഗാളി ഭാഷയിൽ സംവാദ് കൗമുദി ആരംഭിച്ചു. ഇനി തെബാഗ, കഴിഞ്ഞ ദിവസം ചോദിച്ചു, കണ്ടോ ഞാൻ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞില്ലേ? പ്രിലിംസിലെ ചോദ്യം റിപ്പീറ്റ് ചെയ്യുന്ന കണ്ടോ? 2 എണ്ണം ചോദിച്ചതാണ്. തെബാഗ നടന്നത് ബംഗാളിലാണ്, ബംഗാൾ. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് പിന്നീട് എന്ത് ചെയ്തു? സുഭാഷ് ചന്ദ്രബോസ് അത് ഏറ്റെടുക്കുന്നുണ്ട്. മലയാളികളായിട്ടുള്ള ക്യാപ്റ്റൻ ലക്ഷ്മിയും വക്കം അബ്ദുൽ ഖാദർ എന്നിവർ കൂടി അതിൻ്റെ അകത്ത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. ഇനി 18 ഗാന്ധിജി തൊഴിലാളികൾക്ക് വേണ്ടി നടത്തിയ സമരമാണ് അഹമ്മദാബാദ് തുണിമില്ല് സമരം. ഓക്കെ, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങൾ എന്ന് പറഞ്ഞ് ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും എന്ന അധ്യായത്തിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നു. 17 ചമ്പാരൻ, 18 അഹമ്മദാബാദും അതുപോലെ ഖേദ സമരങ്ങളെ പറ്റിയും കൃത്യമായിട്ട് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്. മുന്നോട്ട് വന്നാലോ? കേരള സംസ്ഥാനം നിലവിൽ വന്ന വർഷം മാസം ഡേറ്റ് 56 നവംബർ 1. എല്ലാ മലയാളികൾക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആണ്. ഇനി ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണല്ലേ. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് ബാലഗംഗാധര തിലകനാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണേത്? ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. ഓക്കെ, ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട് കായൽ. ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം, നേരത്തെ രണ്ടാമത്തെ നമ്മൾ പഠിച്ചു സൈലന്റ് വാലി, ഫസ്റ്റ് വരുന്നത് ഇരവികുളം നാഷണൽ പാർക്കാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര, വളരെ ഇമ്പോർട്ടൻറ്റ് ചോദ്യം, കൊല്ലം ജില്ലയിലാണല്ലേ. നിങ്ങൾ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഒരു നീണ്ടകര പാലമൊക്കെ നിങ്ങൾ കവർ ചെയ്ത് പോയിട്ടുണ്ടാവും. അപ്പോൾ വളരെ പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ നീണ്ടകര ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. ഇനി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. എടാ വെരി ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ്, വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരമാണ് മലയാളിയായിട്ടുള്ള അഞ്ജു ബോബി ജോർജ്. ഓക്കെ, അഞ്ജു ബോബി ജോർജ് ആണ്. ഇനി റിവൈസ് ചെയ്യുന്നു, വേഗം തിരിച്ചു വരാം ശ്രദ്ധിക്കുക. ഓക്കെ, ഹേമറ്റൈറ്റ് മാഗ്നറ്റൈറ്റ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇരുമ്പിന്റെ അയിരുകളാണ്. ഇനി അപ്പിക്കോ പ്രസ്ഥാനം 83 കർണാടകയിലാണ്. എന്തുമായി ബന്ധപ്പെട്ട്? വനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മെയ് 22 എന്ത് ദിനമാണ്? ജൈവ വൈവിധ്യ ദിനമാണെന്ന് പഠിച്ചു. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണെന്ന് പറഞ്ഞത്? കാസർഗോഡാണ്, കുട്ലുവാണ്. ഓക്കെ, മുന്നോട്ട് വന്നു. മൃതസഞ്ജീവനിയാണ് അവയവദാന പദ്ധതി. ശ്വാസകോശവുമായി ബന്ധപ്പെട്ടുണ്ടാവുന്ന പുകവലി മൂലം ഉണ്ടാകുന്ന അസുഖം എംഫിസിമയാണെന്ന് പഠിച്ചു. രക്തം കട്ട പിടിക്കാൻ ആവശ്യമായ വിറ്റമിൻ അല്ലെങ്കിൽ ജീവകമാണ് വൈറ്റമിൻ കെ എന്ന് പഠിച്ചു. ഇനി സസ്യബുക്കാണ് പ്രാഥമിക ഉപഭോക്താക്കൾ. ഇനി രക്തത്തിൽ കാൽസ്യത്തിന്റെ അളവ്, അത് വളരെ ഇമ്പോർട്ടന്റ് ചോദ്യമാണ്. കാൽസ്യത്തിന്റെ അളവ് കുറയുന്നു, അതുപോലെ നമുക്ക് എന്താ പേശി വലിവുണ്ടാവുന്നു. അതിനെ ടെറ്റനി എന്ന് നമ്മൾ വിളിച്ചു. ഇനി നമ്മൾ പറഞ്ഞു ആനന്ദമഠം എന്ന നോവലിൽ നിന്ന് നമ്മുടെ ദേശീയ ഗീതം എടുത്തിരിക്കുന്നു. ബങ്കിം ചന്ദ്ര ചാറ്റർജി അത് എഴുതിയത്. എന്നാൽ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി കരളാണെന്ന് നമ്മൾ പഠിച്ചു. ആന്ധ്രാപ്രദേശാണ് ആദ്യമായി രൂപീകരിക്കപ്പെട്ട ഭാഷാടിസ്ഥാനത്തിലുള്ള ഇന്ത്യയിലെ സംസ്ഥാനം. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി അല്ലെങ്കിൽ ഭരണഘടനാ നിർമ്മാണ സഭ അല്ലെങ്കിൽ സമിതിയുടെ അധ്യക്ഷൻ. ഇനി പട്ടേലിനും നെഹ്റുവിനൊപ്പം നമ്മുടെ നാട്ടുരാജ്യ സംയോജനത്തിൽ സഹായിച്ച മലയാളി VP മേനോനാണ്. കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് അല്ലെങ്കിൽ 1929 ലാഹോർ സമ്മേളനം. നെഹ്റു അധ്യക്ഷനാണ്. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം സംവാദ് കൗമുദിയാണ്. തെബാഗ സമരം ബംഗാളിൽ നടക്കുന്നു. INA സ്ഥാപകൻ റാഷ് ബിഹാരി ബോസ് ആണ്. 18 ഗാന്ധിജി നടത്തിയ സമരം അഹമ്മദാബാദ് തുണിമില്ല് സമരമാണ്. ക്ലിയർ ആയിട്ട് പഠിച്ചോ, റിവൈസ് ചെയ്തു പോവാണ്. 56 നവംബർ 1 കേരളം രൂപീകരിക്കുന്നു. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവാണ് ബാലഗംഗാധര തിലകനാണ്. ഇരവികുളമാണ് കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. നീണ്ടകര എന്ന തുറമുഖം സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. അഞ്ജു ബോബി ജോർജിന്റെ ചോദ്യം വെരി ഇമ്പോർട്ടന്റ്. സ്പോർട്സിൽ നിന്നുള്ള മാർക്ക് കളയേ ചെയ്യരുത്, അത് വളരെ നിർണായകമായ മാർക്കായിരിക്കും. ലോക അത്ലറ്റിക്സ് വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ കായിക താരം അഞ്ജു ബോബി ജോർജ് ആണ്. ഇനി
കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? എടാ ഇത് ഓപ്ഷൻ വൈസ് ആണ്. ചിന്നാർ വന്യജീവി സങ്കേതമാണ്, ചിന്നാറാണ്. ഓക്കെ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം, ഓക്കെ, ആനയ്ക്ക് ഭയങ്കര ഭാരമാണെന്ന് ഓർക്കുക. ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഓക്കെ, ആനയുണ്ട് പോത്തുമുണ്ട് അല്ലെ, ആനയുണ്ട് പോത്തുമുണ്ട്. അപ്പൊ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല നിരകളിലെ പോത്തന്നൂരിനടുത്താണ്. ഇനി കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. ഏതൊക്കെയാടാ? 3 നദികളാണ്. കഴിഞ്ഞ ദിവസവും എക്സാമിന് ചോദിച്ചു, സ്ഥിരം ചോദ്യമാണ്. 44 നദികൾ, അതിൽ 41 എണ്ണം പടിഞ്ഞാറേക്ക്, 3 എണ്ണം കിഴക്കോട്ടേക്ക്. ഏതൊക്കെയാണ്? കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാർ. കബനി, ഭവാനി, പാമ്പാറാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി, ഏറ്റവും വലുത് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കിയാണ്. കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്തുകളാണ്. ഇപ്പോൾ ഏറ്റവും അടുത്ത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പാണ്. എത്രയാണ് ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം? 941 ആണ്. നിങ്ങൾക്കറിയാം. ഇനി ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 എണ്ണമാണ്. ജില്ലാ പഞ്ചായത്തുകൾ 14 ജില്ലാ പഞ്ചായത്തുകളാണ്. മുനിസിപ്പാലിറ്റികൾ 87, കോർപ്പറേഷനുകൾ 6 എണ്ണമാണ്. സ്ഥിരമായി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ. 12 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് കണ്ടിരുന്നു ചോദ്യം നിങ്ങൾ. രാമനമ്പിയാണല്ലേ. വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക രാമനമ്പിയാണ്. കുറിച്യ വിഭാഗമാണ്, വയനാടാണല്ലേ. വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ച നേതാവ്. എടാ 100ാം വാർഷികം ആഘോഷിക്കുന്നു വൈക്കം സത്യാഗ്രഹം. 924 മാർച്ച് മാസം 30-ാം തീയതി. ഡേറ്റ് കൃത്യമായിട്ട് പഠിച്ചു വെക്ക്. മാർച്ച് 30-നാണ് ആരംഭിക്കുന്നത്. ഇനി സവർണ ജാഥ വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് നടത്തുന്നത് മന്നത്ത് പത്മനാഭനാണ്. സ്ഥിരം ചോദ്യമാണ്. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന സാമൂഹ്യ നീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാന്നാർ ലഹള. എടാ ചാന്നാർ ലഹള അല്ലെങ്കിൽ മേൽമുണ്ട് സമരമാണ്. 22-ൽ ഒരെണ്ണമുണ്ട്, 1859-ൽ ഒരെണ്ണമുണ്ട്. ഓക്കെ. വൈകുണ്ഠസ്വാമികളുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠസ്വാമികൾ ചാന്നാർ ലഹളയ്ക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു എന്നൊരു ചോദ്യം വരാറുണ്ട്. അതും ശരിയാണ്. മേൽമുണ്ട് സമരം അല്ലെങ്കിൽ ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകളുടെ വസ്ത്ര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരമാണ് ചാന്നാർ ലഹള. സാമൂഹ്യ രംഗത്ത് പുതുചലനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് 1888-ൽ ശ്രീനാരായണ ഗുരുവിന്റെ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലമാണ് അരുവിപ്പുറം. എടാ ഫസ്റ്റ് ഫേസ് ഈ ഡിസംബർ 28-ന് നടന്ന ഫസ്റ്റ് പ്രിലിംസിനും ചോദ്യം വന്നു. അരുവിപ്പുറം പ്രതിഷ്ഠ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ശ്രീനാരായണ ഗുരു. വർഷം 1888-ലാണ്. തെറ്റിക്കേ ചെയ്യല്. ഇനി കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന പ്രദേശം ഒരേ ഒരു സ്ഥലമാണ്, മലബാർ ആണല്ലേ. നമുക്കറിയാം 1792-ലെ ഏതുടമ്പടി പ്രകാരം? ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരമാണ് മലബാർ ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് പോകുന്നത്. നമുക്കറിയാം ടിപ്പു സുൽത്താനുമായി ഉണ്ടാവുന്ന കരാറാണ്. അപ്പോൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നിങ്ങനെ 3 പ്രദേശങ്ങളായിരുന്നു നമ്മുടെ ഇന്നത്തെ കേരളം. അതിൽ ഒരേ ഒരു സ്ഥലം മാത്രം പ്രത്യക്ഷ ഭരണം മലബാർ. ബാക്കി 2 പ്രദേശങ്ങളിലും സാമന്ത രാജാക്കന്മാർ വഴി, രാജാക്കന്മാരെ ഉപയോഗിച്ചുകൊണ്ടാണ് ഭരണം നടത്തിയതെന്ന് ടെക്സ്റ്റ് ബുക്കിൽ കൃത്യമായി പറയുന്നു. മലബാറിൽ 30-ൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിന്റെ പ്രധാന കേന്ദ്രം പയ്യന്നൂരാണല്ലേ. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരാണ്. ഉളിയത്ത് കടവിൽ സ്മാരകവും ഉണ്ട്. ഓക്കെ. 36-ൽ ഇലക്ട്രിസിറ്റി സമരം. 36-ലെ ഇലക്ട്രിസിറ്റി സമരം എവിടെയാണ്? തൃശ്ശൂർ ജില്ലയിലാണ്, തൃശ്ശൂരിലാണ് നടക്കുന്നത്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ചത് അയ്യങ്കാളിയാണ്. 915 വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ക്രോണോളജിയിൽ, ഹിസ്റ്ററിയിൽ മാച്ച് ദ ഫോളോയിങ് ആയിട്ടോ കാലഗണനാക്രമത്തിൽ എഴുതുവാനോ ചോദിക്കാറുണ്ട്. 915-ലെ കല്ലുമാല സമരമാണ്. അത് ഈ പറഞ്ഞ പോലെ വസ്ത്ര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആഭരണങ്ങളുമായി ബന്ധപ്പെട്ട് കല്ലുകൊണ്ടും കുപ്പിച്ചില്ലുകൊണ്ടുമുള്ള ആഭരണങ്ങൾ ധരിക്കേണ്ടി വന്നിരുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട പിന്നാക്ക സമുദായത്തിൽപ്പെട്ട ആളുകളുടെ അവസ്ഥ, അതിനെതിരെ പോരാട്ടം നടത്തിയ അയ്യങ്കാളിയും സംഘവും. പ്രാചീന മലയാളം ആരുടേതാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ്. സ്ഥിരം ചോദിക്കാറുണ്ട്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമികളാണ്. കഴിഞ്ഞ ദിവസം നടന്ന പ്രിലിംസിൽ വേദാധികാര നിരൂപണം എന്നൊരു
ചോദ്യം ഉണ്ടായിരുന്നു. ഓപ്ഷനിൽ ശ്രീനാരായണ ഗുരുവിൻ്റെയാണ് ചോദിച്ചത്. തെറ്റായ ഓപ്ഷൻ വേദാധികാര നിരൂപണം ആരുടെയായിരുന്നു? ചട്ടമ്പി സ്വാമികളുടേതായിരുന്നു. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 2005 നമുക്ക് നോക്കാം.